ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം. ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാവിലെ സമയം വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം 6-ഉം 7-ഉം വാക്യങ്ങളൊന്ന് വായിക്കട്ടെ. ഇനി കാലം ഉണ്ടാകുകയില്ല. 7-ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ മർമ്മം അവൻ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന്. ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. 7 കാഹളം ഊതുവാനുള്ള ദൈവത്തിൻ്റെ ആ സമയപരിപാടി, അതായത് ന്യായവിധിയുടെ പാരമ്യത്തിലേക്ക് ചരിത്രവും ലോകവും എത്തിച്ചേരുന്ന ആ കാലത്ത് സ്വർഗത്തിൽ നിന്നുള്ള അരുളപ്പാട് ഉണ്ടാകുകയാണ്. ആ ദൂതൻ പറയുന്ന ശബ്ദമാണ്, ഇനി കാലം ഉണ്ടാകുകയില്ല. അതായത് ഇനി അധിക സമയങ്ങളില്ല, കാലം അടുത്തിരിക്കുന്നു. കർത്താവ് തൻ്റെ വചനങ്ങളെ നിവർത്തിക്കുവാനായി കർത്താവ് ഈ ലോകത്തിൻ്റെ അനീതിയും തിന്മയും നീക്കിക്കളഞ്ഞിട്ട് തൻ്റെ രാജ്യം സ്ഥാപിക്കുവാനുള്ള കാലം വന്നു കഴിഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ദൈവത്തിൻ്റെ മർമ്മം അവൻ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവർത്തിയാകും. അല്ലെങ്കിൽ അവൻ നിവർത്തിക്കുന്നതിന് മുൻപായിട്ട് അവൻ്റെ ദാസന്മാരെ അവനത് അറിയിക്കും. അവൻ തൻ്റെ ദാസന്മാർക്ക് അറിയിച്ചു കൊടുക്കാതെ ഒരു കാര്യവും ചെയ്യുകയില്ല എന്ന് ആമോസിൻ്റെ പ്രവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ആമോസിൻ്റെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. ഏത് കാലത്തും ദൈവിക ന്യായവിധികളുടെ ആ വെളിപ്പാടുകൾ ദൈവം തൻ്റെ ദാസന്മാർക്ക് കൊടുത്തതിന് ശേഷമേ അത് നിവർത്തിച്ചിട്ടുള്ളൂ. സോദോം ഗോമോറയെ നശിപ്പിക്കുന്നതിന് മുൻപായിട്ട് അബ്രഹാമിന് അരുളപ്പാട് കൊടുത്ത് അബ്രഹാം ആ ദേശത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ദൈവം ഇടയാക്കി. ആഹാബിൻ്റെ കാലത്ത് ദേശത്ത് ക്ഷാമമുണ്ടാകുമ്പോൾ ഏലിയ പ്രവാചകൻ മുഖാന്തരം അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ കൊടുത്തു. ഇപ്പോൾ കാലത്തികമെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറ്റുന്നതായ കാര്യത്തെക്കുറിച്ച് ദൂതൻ മുഖാന്തരവും യോഹന്നാൻ മുഖാന്തരവും ദൈവം വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ദൈവസഭയെക്കുറിച്ചുള്ള പല മർമ്മങ്ങളും ദൈവം തൻ്റെ അപ്പോസ്തലന്മാരിലൂടെ, പ്രത്യേകിച്ച് പൗലോസിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് റോമാലേഖനം 16-ാം അധ്യായത്തിൽ 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പൂർവകാലങ്ങളിൽ മറഞ്ഞു കിടന്നതായ മർമ്മം അത് ഇപ്പോൾ ദൈവസഭയുടെ മുൻപാകെ വെളിപ്പെട്ടു വന്നിരിക്കുന്നുവെന്ന റോമാലേഖനത്തിൽ പറയുന്നത്. അതുപോലെ എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിലും പറയുന്നത്, ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. പൂർവകാലങ്ങളിൽ അറിയാതിരുന്ന പല മർമ്മങ്ങളും കർത്താവായ യേശു ക്രിസ്തു വിശ്വാസികളുടെ ഉള്ളിൽ ജീവിക്കുന്നു എന്നുള്ളത്, മരിക്കുന്നവർ രൂപാന്തരപ്പെടുമെന്നുള്ളത്, മരിച്ചവർ കർത്താവിനോട് എടുക്കപ്പെടുമെന്നുള്ളത്, ഈ മർമ്മങ്ങളെല്ലാം ദൈവസഭയ്ക്ക് ദൈവം കാലാകാലങ്ങളായി അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കർത്താവ് പറയുന്നത്, തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുക്കാതെ അവനൊന്നും ചെയ്യുകയില്ല. തുടർന്ന് സംഭവിക്കുവാൻ പോകുന്നതിനെക്കുറിച്ചുള്ള ആ ഉറപ്പ് ഒരാണയാൽ ഉറപ്പിച്ചു കൊടുക്കുന്നതാണ് നാം കാണുന്നത്. ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. സൃഷ്ടാവായ ദൈവത്തെ, സകലത്തിൻ്റെയും അധികാരി, സകലത്തെയും നിയന്ത്രിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്യുന്നതായ ദൂതനെ നാം ഇവിടെ കാണുന്നു. അതായത് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, വെളിപ്പെടുത്തിയ കാര്യങ്ങൾ നിവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും എന്നുള്ള അതിശക്തമായ ഉറപ്പാണ് നമുക്കതിലൂടെ ലഭിക്കുന്നത്. ദൈവം ഈ ലോകത്തിന്മേൽ തൻ്റെ അന്ത്യന്യായവിധികൾ നടത്തുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിന് അധികം താമസമില്ല, കാലമിനി അധികമില്ല.
കർത്താവിൻ്റെ വരവും തൻ്റെ രാജ്യത്തിൻ്റെ യഥാസ്ഥാപനവും ദുഷ്ടന്മാരുടെ ഉച്ചാടനവും ഏറ്റവും അധികമായിട്ട് നമുക്ക് അടുക്കലായിരിക്കുന്നു. ആ ദിവസത്തിനായി നമുക്ക് ഒരുങ്ങാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ. അവനത് അറിയിച്ചു തന്നിരിക്കുകയാണ്. സംഭവിക്കാനുള്ളതിനെക്കുറിച്ച് തൻ്റെ പ്രവാചകന്മാരിലൂടെ എഴുതപ്പെട്ട രേഖകളാലും ദൈവമക്കളുടെ സാക്ഷ്യങ്ങളുടെ വാമൊഴിയാലും ദൈവം വെളിപ്പെടുത്തി തന്നിട്ട് അത് നിവർത്തിക്കുമെന്നുള്ള ഉറപ്പും തന്നിരിക്കുന്നു. അത് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവതിരുനാമം നമ്മിലൂടെ മഹത്വപ്പെടട്ടെ. ഗോഡ് ബ്ലെസ്.